റിസൾട്ടുകൾ ഒന്നാമതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. പാലക്കാടത്തെ വോട്ടർമാർ മാത്രമല്ല, കേരളവും രാജ്യം മുഴുവൻ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് വീക്ഷിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന തെരഞ്ഞെടുപ്പാവും എന്ന ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ശ്രീ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടുള്ള വിജയം, അതേപോലൊരു വിജയം പാലക്കാട് ആവർത്തിക്കാനും അത് കേരള രാഷ്ട്രീയത്തിലെ ഒരു മൂന്നാമത്തെ ശക്തിക്ക് 2015 BJP ആദ്യമായിട്ട് ഭരിക്കുന്ന നഗരസഭയായി പാലക്കാട് മാറി. 24 സീറ്റാണ് ഞങ്ങൾക്ക് പാലക്കാട് നഗരസഭയിൽ ജനങ്ങൾ നൽകിയത്. 5 വർഷം ആ നഗരസഭാ ഭരണത്തിന് ഭൂരിപക്ഷം ഇല്ലെങ്കിലും ആ നഗരസഭാ ഭരണത്തെ യാതൊരുവിധ പരിക്കും കൂടാതെ 2020 വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അവിടെ ഈ രാജ്യത്ത് ആദ്യമായിട്ട് ഇന്ത്യ സെക്ഷൻ രൂപപ്പെട്ടത് പാലക്കാട് നഗരസഭയിലാണെന്നാണ് പറയാൻ കഴിയും. അന്ന് ഇടതുപക്ഷവും UDF-ഉം ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് അന്ന് പാലക്കാട് നഗരസഭാ ഭരണത്തെ അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത്. പക്ഷെ കേന്ദ്രത്തിന്റെ അമൃത് പദ്ധതി ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികളും പാലക്കാട് നഗരത്തിൽ നടപ്പാക്കാൻ കഴിയും. 221 കോടി രൂപയുടെ അമൃത് പദ്ധതി പാലക്കാട് ലഭിച്ച സമയത്ത് കേരളത്തിലെ മറ്റ് 8 നഗരങ്ങൾ, 6 കോർപ്പറേഷനുകളും 2 മുനിസിപ്പാലിറ്റികൾ, ആലപ്പുഴയും ഗുരുവായൂരും ഉണ്ടായിരുന്നു. പക്ഷെ 2017 പാലക്കാട് നഗരസഭയ്ക്ക് ലഭിച്ച അമൃത് പദ്ധതി കേരളത്തിൽ ആദ്യം മുഴുവൻ പദ്ധതികളും സമർപ്പിക്കാൻ കഴിഞ്ഞതെന്ന് പാലക്കാട് നഗരസഭയ്ക്ക് 118 പദ്ധതികൾക്ക് അംഗീകാരം വാങ്ങി ആ പദ്ധതികളെന്ന് പാലക്കാട് നടപ്പാക്കാൻ ആരംഭിക്കാനുള്ള നേതൃത്വം പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാൻ എന്നുള്ള നിലയിൽ അത് കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ 3 പഞ്ചായത്തുകളിൽ നഗരസഭാ പരിധിയിലൊക്കെ യാത്ര ചെയ്തു. വലിയ അഭിമാനബോധം തോന്നുന്ന ഒരു കാര്യം, 3 പഞ്ചായത്തുകളിൽ നിന്ന് രൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമം. അത് കണ്ണാടിയിലായാലും ശരി, മാത്തൂരായാലും ശരി, രായയിലായാലും ശരി, രൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമം. കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ മിഷൻ പദ്ധതി നടക്കുന്ന സമയത്താണ് 5 വർഷമായിട്ട് ആരംഭിച്ചിട്ടും ഈ 3 പഞ്ചായത്തുകളിൽ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്കോ ഇവിടുത്തെ MPക്കോ അല്ലെങ്കിൽ ഫിൽട്ടർ പ്ലാന്റ് പ്രവർത്തിച്ചില്ലെങ്കിൽ പാലക്കാട് നഗരത്തിൽ കുടിവെള്ളം കിട്ടാതെ കുടിവെള്ളം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പദ്ധതി ആണ് അന്ന് നടപ്പാക്കിയത്. 137 കിലോമീറ്ററാണ് നഗരപരിധിയിൽ പുതിയ പൈപ്പ് ലൈനുകൾ ഇട്ടത്. 3600-ലധികം കുടുംബങ്ങൾക്ക് സ്വന്തമായിട്ട് കുടിവെള്ള കണക്ഷൻ ചെയ്യാത്ത 3600-ഓളം കുടുംബങ്ങൾക്ക് ആ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് സൗജന്യമായിട്ട് കുടിവെള്ള കണക്ഷൻ കൊടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നില്ല ഈ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് സൗജന്യമായിട്ട് കുടിവെള്ള കണക്ഷൻ ഗുണഭോക്താക്കൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതി വരുന്നത്. അതിനുശേഷമാണ് 2019-ലാണ് ജൽജീവൻ മിഷൻ പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. അപ്പോൾ പാലക്കാട് നഗരസഭ അന്ന് ചെയ്ത പ്രവർത്തനം രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമായി മാറിയിട്ടുള്ളത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി വീട് കൊടുത്തത് പാലക്കാട് നഗരസഭയിൽ 2200-ലധികം വീടുകൾ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുക്കാൻ കഴിയും. വഴിയോര കച്ചവടക്കാർ 1000-ലധികം വഴിയോര കച്ചവടക്കാർക്ക് PM സ്വാനിധി പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ധനസഹായം നൽകി. കോവിഡ് കാലം 2017-18 വർഷത്തിൽ കേരളത്തിലെ ഏറ്റവും ശുചിത്വ നഗരമായിട്ട് സ്വച്ഛ് സർവേഷനിൽ പാലക്കാട് നഗരസഭ 1ാം സ്ഥാനത്ത്. അങ്ങനെ നിരവധി നേട്ടങ്ങൾ 2015-ന് ശേഷം കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് പാലക്കാട് നഗരസഭ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് നേടിയെടുക്കാൻ കഴിയും. പാലക്കാട് നഗരത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഇത് പാലക്കാടിലെ ജനങ്ങൾക്ക് ഈ നഗരം ഭരിച്ച 30 വർഷത്തോളം ഈ നഗരം ഭരിച്ച UDF-ന്റെ ഭരണവും ഇപ്പൊ പഞ്ചായത്തുകൾ ഭരിക്കുന്ന LDF-ന്റെയും UDF-ന്റെയും ഭരണവും തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുക. ഇതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലുള്ള പ്രതീക്ഷ. NDA അധികാരത്തിൽ വന്നാൽ, ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ ലഭിക്കാൻ പോകുന്ന പദ്ധതികളും അതിന്റെ ഗുണങ്ങളെയും സംബന്ധിച്ചും ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്.
നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കിയാൽ മതി. NDA സർക്കാരുകളെ ഈ കേന്ദ്രം ഭരിച്ച സമയത്താണ് പാലക്കാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് വാജ്പേയി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന സമയത്താണ് പാലക്കാട്ടിലെ ഏറ്റവും വലിയ ഗതാഗതക്കുരുക്ക്. പഴയ പാലക്കാട് വർഷങ്ങളായിട്ടുള്ള ആളുകൾക്കറിയാം, GB റോഡിലെയും ചുണ്ണാമ്പുതറയിലെയും റെയിൽവേ ഗേറ്റ്, GB റോഡിലെ റെയിൽവേ ഗേറ്റ് അടച്ചാൽ അതിന്റെ അന്ന് ട്രാഫിക് കുരുക്ക് കോട്ടമൈതാനവും കടന്ന് മുന്നോട്ട് പോവുകയായിരുന്നു, യാത്ര വരെ എത്തുകയായിരുന്നു. ചുണ്ണാമ്പുതറയിലെ റെയിൽവേ ഗേറ്റ് അടച്ചാൽ ഒരോക്കോട് വരെ ഗതാഗത കുരുക്കായിരുന്നു. ആ ഗതാഗത കുരുക്ക് പരിഹാരമായിട്ടുള്ള മേൽപ്പാലങ്ങൾ കാലാകാലങ്ങളായിട്ട് പാലക്കാട്ടുകാരുടെ ആവശ്യമായിരുന്നു. പക്ഷെ അത് പാലക്കാട് നിന്ന് ജയിച്ചുപോയ ഒരു MP-ക്കും ഭരണകക്ഷിയുടെ MP-മാർ എത്രയോ തവണ പാലക്കാട് നിന്ന് ജയിച്ചു. VS വിജയരാഘവനും അതിനുശേഷം ഗുജറാത്ത് മന്ത്രിസഭയില് സിംഗുവാനൊരു ട്രെയിൻ തൃശ്ശൂരോ അല്ലെങ്കിൽ ഷൊർണൂരോ പോയിട്ട് മാറിയിട്ടാണ് നമ്മളെല്ലാം തിരുവനന്തപുരത്തേക്ക് പോയിരുന്നത്. അതിന് പരിഹാരമായിട്ട് അമൃത എക്സ്പ്രസ്. പാലക്കാട് നഗരസഭയ്ക്ക് ആദ്യമായിട്ട് ഒരു കേന്ദ്ര സഹായം ലഭ്യമാവുന്നത് മാലിന്യ സംസ്കരണത്തിന് അന്ന് രാജേട്ടൻ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് പാലക്കാട് നഗരസഭയുടെ കൂട്ടുപാതയിലുള്ള ഇന്ന് കാണുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് 2.5 കോടി രൂപയുടെ പദ്ധതി ലഭിച്ചിട്ടാണ് അന്ന് ആ മാലിന്യ സംസ്കരണ പ്ലാന്റ് അവിടെ മാലിന്യ സംസ്കരണം തന്നെ ആരംഭിക്കുന്നത്. അതുവരെ അതൊരു ഡംപിംഗ് ഗ്രൗണ്ട് ആയിരുന്നു. ഒരു സംസ്കരണ പ്ലാന്റ് വരുന്നത് അന്നാണ്. പിന്നീട് 10 വർഷം UPA സർക്കാർ കേന്ദ്രത്തിലുണ്ടായിരുന്നു, 8 കേന്ദ്രമന്ത്രിമാരുണ്ട്. അതോടൊപ്പം കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നു, ആന്റണി സർക്കാർ ഉണ്ടായിരുന്നു, പാലക്കാട് നഗരസഭയിൽ UDF ഭരിച്ചു. എന്താണ് പാലക്കാട് നഗരത്തിൽ ലഭിച്ചിട്ടുള്ളതെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ജില്ലാ സ്ഥാനം ഏതെങ്കിലും ഒരു പദ്ധതി പാലക്കാടിനായിട്ട് ആ കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടോ? പാലക്കാട് നിയോജക മണ്ഡലത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നീട് 2014 മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നു. മോദി സർക്കാർ വരുന്നു, പാലക്കാടിന് IIT ലഭിക്കുന്നു, ഡിഫൻസ് പാർക്ക്, ഫുഡ് പാർക്ക്, പാലക്കാട് നഗരസഭയ്ക്ക് അമൃത് പദ്ധതി. ഇപ്പൊ അമൃത് 2.0 78 കോടി രൂപ വീണ്ടും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ പാലക്കാട് നഗരസഭയ്ക്ക് മാത്രം പ്രത്യേക പദ്ധതി വഴി ഏകദേശം 300 കോടി രൂപയിലധികമാണ് കേന്ദ്ര ഗവൺമെന്റ് മോദി സർക്കാർ നൽകിയിട്ടുള്ളത്. ഇതാണ് ജനങ്ങളുടെ പ്രതീക്ഷ. ഈ NDA അധികാരത്തിൽ വന്നാൽ NDAയുടെ ഒരു ജനപ്രതിനിധി തെരഞ്ഞെടുക്കപ്പെട്ടാൽ കേന്ദ്ര പദ്ധതികളുടെ സഹായം പാലക്കാടിന് ലഭിക്കും. പാലക്കാടിന്റെ വികസനം, പാലക്കാടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം പാലക്കാട് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടിവെള്ളമാണ്. ഏറ്റവും അത്യാവശ്യം. ഞാൻ കഴിഞ്ഞ ദിവസം രായൽ പഞ്ചായത്തിൽ പോയ സമയത്ത് 4 ദിവസമായി കുടിവെള്ളം കിട്ടി. ചാമക്കാട് പ്രദേശം ആർക്ക് വേണമെങ്കിൽ പോയി നോക്കാം. അവിടെ നിലവിൽ അവർക്ക് കുടിവെള്ളം കിട്ടുന്നത് പുഴയിൽ നിന്ന് നേരിട്ട് പമ്പ് ചെയ്തിട്ടാണ്, ശുദ്ധീകരിച്ചിട്ടുകൂടിയല്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഏറ്റവും അടിയന്തരമായിട്ട് ഞങ്ങൾ ശ്രദ്ധ കൊടുക്കുന്ന കാര്യം ഫസ്റ്റ് പ്രിഫറൻസ് 3 പഞ്ചായത്തുകളിലെയും രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്നുള്ളത്. അതിനുള്ള പദ്ധതികൾ കേന്ദ്ര പദ്ധതിയുണ്ട്. ആ കേന്ദ്ര ജലജീവൻ മിഷൻ കൃത്യമായിട്ട് മോണിറ്ററിംഗ് നടത്തി നടപ്പാക്കിയാൽ 3 പഞ്ചായത്തിലെയും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയും. അതിൽ ആ പദ്ധതി പ്രകാരം നിങ്ങൾക്ക് പമ്പിംഗ് സ്റ്റേഷൻ നിർമ്മിക്കാം, ഫിൽട്ടർ പ്ലാന്റ് നിർമ്മിക്കാം, എത്ര കിലോമീറ്റർ വേണമെങ്കിൽ പൈപ്പ് ലൈൻ ഇടാം, സൗജന്യമായിട്ട് വീടുകളിലേക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള പ്രൊവിഷൻ പോലും അത് മോണിറ്റർ ചെയ്യേണ്ട 2 പേരാണ്. ഒന്ന് MP, ഒന്ന് MLA. രണ്ടാളും ഈ കാര്യത്തിൽ പരിപൂർണമായിട്ടും പരാജയമാണെന്നുള്ളത് ആ 3 പഞ്ചായത്തുകൾ യാത്ര ചെയ്ത് ജനങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതായിരിക്കും. 2 കർഷകർ, പാലക്കാട്ടിലെ നെൽ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. കേരളത്തിന്റെ നെല്ലുൽപാദനത്തിലെ 40% പാലക്കാട്, 40% പാലക്കാട്. പക്ഷെ പാലക്കാടിന് മാത്രം ഒരു കാർഷിക പാക്കേജ്, നെൽ കർഷകർക്കായിട്ട് ഒരു പ്രത്യേക പാക്കേജ് ഇതുവരെ ഉണ്ടായില്ല. കുട്ടനാട് വന്നു, വയനാട് പാക്കേജ് വന്നു, തൃശ്ശൂരിലെ കോൾപ്പാടങ്ങൾക്കുള്ള പാക്കേജ് വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി പാക്കേജുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ പാലക്കാട്ടെ നെൽ കർഷകർക്കായിട്ടുള്ള ഒരു പ്രത്യേക പാക്കേജ് ഇതുവരെ വന്നിട്ടില്ല. നെൽ കർഷകർ നെല്ല് ഉപേക്ഷിക്കുന്ന, കൃഷി ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് താങ്ങുവില കൃത്യമായിട്ട് ലഭിക്കുന്നില്ല, സംഭരണം കൃത്യമായിട്ട് നടക്കുന്നില്ല, താങ്ങുവില ലഭിക്കുന്നത് TRS വായ്പയായിട്ട്, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. 10 മുതൽ 100 ദിവസം വരെ കൊയ്ത്തു കഴിഞ്ഞ നെൽപ്പാടങ്ങൾ അവരുടെ വീടുകൾക്ക് മുന്നിൽ നെല്ല് കെട്ടിക്കിടക്കുക.
അപ്പൊ അതിന് ഒരു പരിഹാരം നെൽകർഷകർക്ക് പാലക്കാട് നെൽകൃഷി സംരക്ഷിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക പാക്കേജ്, നെല്ല് അരിയും ഉപയോഗിച്ചുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള വ്യവസായങ്ങൾ, ചെറുകിട വ്യവസായങ്ങളും മറ്റും ആരംഭിക്കാനുള്ള ഒരു വ്യവസായ പാർക്ക് പാലക്കാട് വേണമെന്നാണ്. അത് നമ്മുടെ കഴിഞ്ഞ തവണ മത്സരിച്ച സമയത്ത് ശ്രീ മെട്രോമാൻ ഈ ശ്രീധരൻ സാർ ആശയം കർഷകരെ കൃഷിയിൽ അവര് തുടർന്നു പോകാൻ അവര് പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ അവർക്ക് വെറും അനുബന്ധ വ്യവസായങ്ങൾ കൂടി ഇതിനോടൊപ്പം വന്നാൽ മാത്രമേ അവർ നെൽകൃഷി തുടർന്നു പോകുള്ളൂ. അപ്പൊ അതിനായിട്ടുള്ള അനുബന്ധ വ്യവസായങ്ങൾ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാൻ, അനുബന്ധ വ്യവസായങ്ങൾ ആരംഭിക്കാനുള്ള ഒരു വ്യവസായ പാർക്ക് എന്നുള്ള ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അത് പാലക്കാടിനായിട്ട് നടപ്പാക്കുക, കർഷകരെ അവരുടെ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് ഒരു രണ്ടാമത്തെ പ്രധാന കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നു. പാലക്കാട് നഗരം മറ്റെല്ലാ നഗരങ്ങളിൽ നിന്ന് പരിശോധിച്ചാൽ അറിയാം, പാലക്കാട് നഗരത്തിൽ പുതിയ റോഡുകൾ വളരെ കുറവാണ്. 80ത്തെ മാസ്റ്റർ പ്ലാനിലുള്ളതാണ് പാലക്കാട് നഗരത്തിൽ. അന്നത്തെ മാസ്റ്റർ പ്ലാനിൽ പ്രൊപ്പോസ് ചെയ്ത ഒരു ബൈപ്പാസ് റോഡും പാലക്കാട് നഗരത്തിൽ പ്രാവർത്തികമായിട്ടില്ല. പാലക്കാടിനെ സംബന്ധിച്ചോളം 2 മുഖ്യമന്ത്രിമാർ ഇവിടെ ജയിച്ചു പോയിട്ടുണ്ട്. മലമ്പുഴയിൽ നിന്നായിരിക്കും E.K. നായനാരും P.S. അച്യുതാനന്ദനും ജയിച്ചു പോയിട്ടുണ്ട്. ജില്ലാ ആസ്ഥാനമാണ് പാലക്കാട് നഗരസഭ. ആ ജില്ലാ ആസ്ഥാനത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം, ആ ജില്ലാ ആസ്ഥാനത്തെ വികസിപ്പിക്കേണ്ട ഉത്തരവാദിത്വമൊക്കെ ഇവിടുന്ന് ജയിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്ന ആളുകൾക്കുണ്ട്. 2 ധനകാര്യ വകുപ്പ് മന്ത്രിമാര് പാലക്കാട് നിന്ന് ഉണ്ടായിരുന്നു. ഒന്ന് T. ശിവദാസൻ മേനോൻ, അദ്ദേഹം മലമ്പുഴയിൽ നിന്നാണ് ജയിച്ചെങ്കിൽ വിക്ടോറിയ കോളേജിന് അടുത്തുള്ള തുറപ്പാളയത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം വീട് അവിടെയായിരുന്നു. ശങ്കരനാരായണൻ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. എന്തുകൊണ്ട് പാലക്കാടിന് ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, ഉന്നത സ്ഥാനത്തുണ്ടായിരുന്ന ആളുകൾ ജയിച്ചു പോയിട്ടുണ്ട്? പാലക്കാട് പുതിയ ഒരു ബൈപ്പാസ് റോഡുകൾ പോലും വന്നിട്ടില്ല. പ്രപ്പോസ് ചെയ്ത ബൈപ്പാസ് റോഡുകളുണ്ട്. നമ്മുടെ ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്ന് മേലാമുറി വരെയുള്ള ബൈപ്പാസ്, അതുപോലെ തന്നെ സ്റ്റേഡിയത്തിൽ നിന്ന് കോയമ്പത്തൂർ റോഡിലേക്കുള്ള ബൈപ്പാസ്, നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ കോട്ടോട് നിന്ന് ആരംഭിച്ച് സ്റ്റേഡിയം ബൈപ്പാസിലേക്കുള്ള ബൈപ്പാസ് റോഡ്, അങ്ങനെ നിരവധി ബൈപ്പാസ് റോഡുകൾ പാലക്കാട് നഗരത്തില് 80ത്തെ മാസ്റ്റർ പ്ലാനിന്റെ, പുതിയ മാസ്റ്റർ പ്ലാനിന് പ്രപ്പോസ് ചെയ്ത ബൈപ്പാസ് റോഡ്, അത് പ്രാവർത്തികമാക്കുക, അതിന്റെ നിർമ്മാണം ആവശ്യമായിട്ടുള്ള സ്ഥലം ഏറ്റെടുത്ത് നടത്തി അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുക. നഗരത്തിന്റെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈപ്പാസ് റോഡുകളുടെ നിർമ്മാണം എന്നുള്ളത് 3ാമത്തെ കാര്യമാണ്. കേന്ദ്ര സർക്കാരുമായിട്ട് സഹകരിച്ച് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ ഒരു ടൂറിസം സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ട ഇതാണ് ടൗൺ റെയിൽവേ സ്റ്റേഷൻ. ടൗൺ റെയിൽവേ സ്റ്റേഷന്റെ ഒരു വികസനം പാലക്കാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റും. പാലക്കാട് ടൗണിന്റെ അതില് കേന്ദ്ര സർക്കാർ ഓൾറെഡി അവിടെ റെയിൽവേ മന്ത്രാലയം അവിടെ പിറ്റ് ലൈൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 62 കോടി രൂപയുടെ പിറ്റ് ലൈൻ ആണ് വരുന്നത്. അത് ദീർഘദൂര ട്രെയിനുകൾ ഇവിടുന്ന് ആരംഭിക്കാനും അതുപോലെ തന്നെ ആ ട്രെയിനുകളുടെ റിപ്പയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് വരുന്നത്. അത് പാലക്കാടിന്റെ ഒരു പ്രധാന ആവശ്യമായിരുന്നു. അത് കേന്ദ്ര ഗവൺമെന്റ് 62 കോടി രൂപയുടെ ആ പദ്ധതി പാലക്കാടിനായിട്ട് അനുവദിച്ച് അതിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് ത്വരിതപ്പെടുത്തി പാലക്കാട് റെയിൽവേ സ്റ്റേഷനെ, ടൗൺ റെയിൽവേ സ്റ്റേഷനെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റുക. റെയിൽവേ സ്റ്റേഷനോട് അനുബന്ധിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ വാണിജ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളത് ആരംഭിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക. അതുവഴി GB റോഡ്, അതുപോലെ തന്നെ നമ്മുടെ ടൗൺ റെയിൽവേ സ്റ്റേഷൻ റോഡ്, ഈ പ്രദേശങ്ങളിൽ ഇപ്പോ ആ പ്രദേശത്തെ ആളുകൾക്ക്, വ്യാപാര സ്ഥാപനങ്ങൾക്ക് ബിസിനസ് പോകാം. അപ്പൊ ആ പ്രദേശം ഒന്നുകൂടി കൂടുതൽ വിപുലീകരിക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. അടുത്തത് കേന്ദ്ര സർക്കാർ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രഖ്യാപിച്ചു. പക്ഷെ കേരളത്തെ സംബന്ധിച്ചോളം ഇത്തരം പദ്ധതികൾ സമയബന്ധിതമായിട്ട് നടപ്പാക്കാറില്ല. 2 കൊല്ലമാണ് കേന്ദ്ര സർക്കാർ ഈ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിക്ക് പറഞ്ഞിട്ടുള്ളത്, സമയം നിശ്ചയിച്ചിട്ടുള്ള. ആ ടൈം ബൗണ്ട് ആയിട്ട് അത് നടപ്പാക്കുക. അതുവഴി പാലക്കാടത്തെ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കൾ, അവർക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പാലക്കാട് തന്നെ ജോലി ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഇതുവഴി ഉണ്ടാവുക. അപ്പൊ അതിന്റെ കൃത്യമായിട്ട് മോണിറ്ററിംഗ് നടത്തി, ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി
അത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാനുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളതും മുഖ്യ ലക്ഷ്യമായിട്ട് കാണുന്നു. ഈ ഇന്ന് മുഹമ്മദ് റിയാസ് ജില്ലയിലുണ്ട്. അദ്ദേഹത്തെ രാവിലെ കണ്ടപ്പോൾ പറഞ്ഞത് മത്സരം BJP ചിത്രത്തിൽ പോലും ഇല്ല. മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് പോലും അത് തുറന്നു പറയാൻ ഒരു വൈമനസ്യം കാണിക്കുകയാണ്. കാരണം വെച്ചാൽ മത്സരം BJP ചിത്രത്തിൽ ഇല്ലെന്ന് അദ്ദേഹത്തിന് പറയാൻ ഒരു മടിയാണെന്നുള്ളതാണ് റിയാസ് പറയുന്നത്. ഇതേ കാര്യം മുരളീധരനും പറഞ്ഞിട്ടുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു മുഹമ്മദ് റിയാസും മുരളീധരനൊന്നും ഈ ലോകത്തല്ല ജീവിച്ചിരുന്നത്, അത് സ്വപ്ന ലോകത്താവും. ആദ്യം സരിന് കഴിഞ്ഞ ലോക്സഭയിൽ അവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവന് കിട്ടിയ 34,000 വോട്ട് നിലനിർത്താനുള്ള ഒരു ശ്രമം ആദ്യം മുഹമ്മദ് റിയാസ് നടത്തട്ടെ. കെ മുരളീധരന്റെ പ്രശ്നം അറിയാം. കാരണം കെ മുരളീധരൻ എന്ത് പറഞ്ഞു അതിന് നേരെ വിപരീത സംഭവിക്കുക. കാരണം തൃശ്ശൂരല്ല, 3-ാം സ്ഥാനത്ത് സുരേഷ് ഗോപി ആവുമെന്ന് പറഞ്ഞു, അവിടെ 3-ാം സ്ഥാനത്ത് മുരളീധരൻ. അപ്പൊ മുരളീധരന്റെ നാവ് നല്ല നാവാണ്. അദ്ദേഹം ഞങ്ങൾ 3-ാം സ്ഥാനത്താവെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 1-ാം സ്ഥാനത്ത് വരുന്നതാണ് അർത്ഥം. ഒരുപക്ഷെ മുരളീധരൻ ഉള്ളിൽ ആഗ്രഹിക്കുന്നതും അതായിരിക്കും അല്ലേ? മുരളീധരൻ തീർച്ചയായിട്ടും കോൺഗ്രസില് രാഹുൽ മാങ്കൂട്ടത്തിന്, ഷാഫി പറമ്പിൽ ഒഴികെയുള്ള ബാക്കി എല്ലാവരും ആഗ്രഹം അതാണ്. ഞങ്ങള് ജയിക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ 3-ാം സ്ഥാനത്ത് പോകണമെന്നും മുരളീധരൻ ഓപ്പണായി പറഞ്ഞു. മറ്റാരും അത് ഓപ്പണായിട്ട് പറയുന്നു. VK ശ്രീകണ്ഠനോട് ചോദിച്ചാൽ അദ്ദേഹം പരസ്യമായിട്ട് രാഹുൽ ജയിക്കണമെന്ന് പറയും. അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എനിക്കുമല്ല. ശ്രീകണ്ഠനുമായി സംസാരിച്ചിരുന്നു വ്യക്തിപരമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ശരീരഭാഷയും പ്രവർത്തനവും കണ്ട മനസ്സിലാക്കാൻ കഴിയും. വിഷമമായിട്ട് ഒരു ചോദ്യം, അത് ആദ്യം ചോദിക്കേണ്ടതാണ്. അങ്ങയുടെ പാർട്ടിയുടെ നേതാവും തൃശ്ശൂരിലെ MP ആയിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകനെ അകത്തേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സംഭവം ഉണ്ടായി. അപ്പോൾ പത്രപ്രവർത്തക യൂണിയൊക്കെ അതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സംഭവത്തിൽ ഉള്ള പ്രതിഷേധം പത്രപ്രവർത്തകർ എന്നതിൽ ആദ്യം അങ്ങയോട് രേഖപ്പെടുത്തുകയാണ്. അതിൽ അങ്ങയുടെ അഭിപ്രായം? അല്ല, ഞാൻ പാലക്കാടത്തെ പത്രപ്രവർത്തകർക്ക് അറിയാം. രാജേന്ദ്രനൊക്കെ എന്നെ യുവമോർച്ച കാലം തൊട്ട് കാണുന്നതാണ്. ഞാൻ പത്രക്കാരോടൊന്നല്ല, എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരോട് പോലും മാന്യമായിട്ട് പെരുമാറണമെന്നുള്ള നിലപാടുകളാണ്. വ്യക്തിപരമായിട്ട് ഒരാളെ അധിക്ഷേപിക്കുക, വ്യക്തിപരമായിട്ട് അധിക്ഷേപം ചെയ്യുക എന്നുള്ളത് എനിക്ക്, ഞാൻ ആ കാര്യത്തിൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാന്യത പുലർത്തണമെന്നാണ്. എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ ശ്രീ സുരേഷ് ഗോപിക്ക് അത്തരത്തിൽ പെരുമാറുന്ന ആളല്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പെരുമാറിയെന്ന് ഞാൻ പത്രവാർത്തയുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് പേഴ്സണലി വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു മനുഷ്യ സ്നേഹിയാണ്. ആ സ്നേഹം കൊണ്ടായിരിക്കും ഒരു പക്ഷെ വിളിച്ചിട്ടുണ്ടാവും. അദ്ദേഹം അത്തരത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ വേദനിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പെരുമാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ അത്തരത്തിൽ പ്രതികരിക്കാറുള്ളൂ. എല്ലാവരോടും കരുണ കാട്ടുന്ന ആളാണ്, എല്ലാവരും ജയിക്കുന്ന ആളാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അപ്പോ മനുഷ്യ സ്നേഹിയില്ലാതെ സമ്മതിക്കാൻ തയ്യാറാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇറങ്ങി പോവാൻ പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. പത്രക്കാർ എത്രയേറെ ആക്ഷേപിച്ചു. അപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ശ്രീ പിണറായിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം CPM-ന്റെ നേതാവ് മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിച്ചതിന്റെ അപ്പുറം അത്തരം വാക്കുകളൊന്നും കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അതെ, ഇപ്പൊ ഒരു വാർത്ത ഉണ്ടാകുന്ന സമയത്ത്, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മാധ്യമ പ്രവർത്തകർ സ്വാഭാവികമായിട്ട് അവിടെ എത്തും. അത് ലോകത്തെ അറിയിക്കേണ്ടത്, ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം മാധ്യമ പ്രവർത്തകർക്കാണ്. അവിടെ എത്തിയ മാധ്യമ പ്രവർത്തകരെ എന്തിനോടാണ് ഉപയോഗിച്ച് ഇത്രയും മോശമായിട്ടുള്ള ഭാഷ ഒരു എന്തുകൊണ്ടാണ് എനിക്ക് പത്രപ്രവർത്തക യൂണിയൻ അതില് പ്രതിഷേധം ഒന്നും രേഖപ്പെടുത്തി കണ്ടില്ല. അല്ല, ഇത്രയും ആവേശം പോലും വളരെ സൗമ്യമായിട്ടാണ് ഇടപെടുന്നത് താങ്കൾ പറഞ്ഞു. അപ്പോ പക്ഷെ സന്ദീപ് വാര്യർ ഇടക്ക് പറഞ്ഞത് അതല്ല. കുടുംബത്തിലെ ഏട്ടനന്യന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്റെ സ്വന്തം സഹോദരൻ തന്നെ. അദ്ദേഹത്തിന് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും പരിഹരിക്കാൻ ഞങ്ങളുടെ കുടുംബത്തിൽ കാരണവന്മാരുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, അവർ പരിഹരിക്കും.
പക്ഷെ ഇപ്പോഴും വന്നിട്ടില്ലല്ലോ, പ്രചരണത്തിനൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും അത് ശോഭാ സുരേന്ദ്രൻ വരുന്നില്ല. ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്നലെ എന്റെ കൂടെ ട്രാക്ടറിലും കൂടെ വരുന്നത്. അതൊന്നും വലിയ വാർത്തയാക്കുന്നില്ല പത്രങ്ങൾ. വന്നില്ല എന്ന് വലിയ വാർത്ത ആയില്ലെന്ന് പറയുന്നത്. പത്രങ്ങളിലാ ഞാൻ പറഞ്ഞത്. സ്ഥാനാർത്ഥിയുടെ തിരക്കിനിടയിൽ അത് കാണാതെ ഞങ്ങളൊക്കെ വലിയ ഇന്നും ഇന്നലെ അവർക്ക് നിരന്തരമായിട്ട് കുടുംബയോഗങ്ങളാണ്. ഇന്ന് കാലത്തോട്ടൊരു ഒരു കുടുംബയോഗങ്ങളുണ്ട്. ഇന്നലെ മാത്തൂരില് അവരെ CPM-ന്റെ ആളുകൾ അധിക്ഷേപിക്കുകയായിരുന്നു. അവർ മാത്തൂരിൽ ഒരു കുടുംബയോഗത്തിന് പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് 2 വശത്തു നിന്നിട്ട് അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് CPM-ന്റെ ആളുകൾ അവിടെ പെരുമാറിയത്. അപ്പോ ആർക്കാണിപ്പോ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ ഗ്രൗണ്ടിൽ ഇറങ്ങിയ സമയത്ത് ബേജാറാണെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ട്. ഞങ്ങളുടെ നേതാക്കന്മാർ ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് 2 മുന്നണികൾക്ക് ബേജാറാണ്. കാരണം ഞങ്ങളുടെ നേതാക്കന്മാർക്കുള്ള ജനങ്ങളുടെ ഇടയിലുള്ള അംഗീകാരം വലുതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. നഗരസഭയിലായാലും നിയമസഭയിലായാലും ലോക്സഭയിലായാലും താങ്കൾ മാത്രമാണ് മത്സരിക്കുന്നത്. അനിയനും മത്സരിക്കണം എന്നുള്ള താല്പര്യമുണ്ട് എന്ന് പറയുന്നു. ഞാൻ എത്ര തവണ മത്സരിച്ചിട്ടുണ്ടെന്ന് താങ്കൾ അറിയുന്നു വിചാരിക്കും. ഞാൻ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ആദ്യമായിട്ട് മത്സരിക്കും. ഞാൻ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ നിമിഷം പിൻവലിക്കാൻ മത്സരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ 4 തവണ മുനിസിപ്പാലിറ്റി ഭരിച്ചിരുന്നു. മുനിസിപ്പാലിറ്റി 4 തവണ വിജയിക്കുകയും ചെയ്തു. എനിക്ക് വീണ്ടും ഇത്തവണ മുനിസിപ്പാലിറ്റി മത്സരിക്കായിരുന്നു. ഞാൻ 2 തവണ വിജയിച്ച വാർഡുകൾ 2 ജനറലായിരുന്നു. എന്റെ വീട് നിൽക്കുന്നത് എന്റെ തൊട്ട വാർഡ്. എന്റെ പാർട്ടി എന്നോട് മത്സരിക്കാൻ പറഞ്ഞിട്ടും ഞാൻ പുതിയ തലമുറയ്ക്ക് മാറിക്കൊടുത്താണ്. ഇന്ന് ഞാൻ പ്രവർത്തിക്കൊണ്ടുവന്ന് എന്റെ പ്രദേശത്തുള്ള ശശികുമാർ OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി അടക്കം എന്റെ തൊട്ട വാർഡിൽ ഞാൻ വിജയിച്ച 4ാം വാർഡിൽ നിന്ന് BJP-യുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് സാബുവാണ് അവിടെ കൗൺസിലർ. എന്നോട് പാർട്ടിയാണ് 2016-ൽ മലമ്പുഴയിൽ പോയി മത്സരിക്കാൻ പറഞ്ഞു. ഞാൻ പാലക്കാട് നഗരസഭ വൈസ് ചെയർമാനായിരുന്നു. 2600 വോട്ടുള്ള മലമ്പുഴയിൽ ഞാൻ 46 വർദ്ധിപ്പിച്ചു. 2021-ലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചുരുക്കം നിയോജക മണ്ഡലങ്ങളിലാണ് BJP-ക്ക് വോട്ട് വർദ്ധിച്ചിട്ടുള്ളത്. ഞാൻ 46,000 വോട്ടിന് അവിടെ 50,200 വോട്ടായി വർദ്ധിപ്പിച്ചു. അത് നിങ്ങൾ കാണുന്നില്ല അല്ലെ? 1,36,000 വോട്ട് 2014-ൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ BJP-ക്ക് ലഭിച്ചു. ഞാൻ 2019 അത് 218 2024 252 CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ മത്സരിച്ചിട്ട് CPM-ന്റെ വോട്ട് എത്ര കുറഞ്ഞത്? പാലക്കാട് മുന്നേ MP ആയിരുന്ന ആളാണ്. പാലക്കാട്ടുകാർക്ക് അറിയാത്ത ആളൊന്നുമല്ല. അപ്പൊ പാലക്കാട്ടുകാര് പാലക്കാട് വന്ന് മത്സരിച്ചിട്ട് അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞു. വോട്ട് വർദ്ധിപ്പിച്ച പാർട്ടിയുടെ ജനകീയ അടിത്തറ വിപുലീകരിച്ച ഒരാളെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുന്നത് തെറ്റാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് എത്തിയതാണ് ഞാൻ. പാർട്ടിയല്ലേ മത്സരിക്കുന്നത്. എന്റെ പാർട്ടി എന്നെ 10 തവണ ഈ മത്സരിക്കാൻ പറഞ്ഞാലും ഞാൻ മത്സരിക്കും. പാർട്ടി എന്നോട് പറയുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കേണ്ട, നിങ്ങൾ സാധാരണ ബൂത്ത് പ്രസിഡന്റായിട്ട് പോയി പ്രവർത്തിക്കണം പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല. ഞാൻ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തിക്കണം. ഈ വികസനം ചർച്ചയാകുമ്പോഴേ ഇപ്പോൾ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. ഇവിടുത്തെ മുനിസിപ്പൽ റോഡുകൾ പലർന്നു നടക്കുന്നു. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ NOC പ്രശ്നം, ടൗൺ ഹാളിന്റെ NOC പ്രശ്നങ്ങൾ, നിരവധി കാര്യങ്ങൾ UDF LDF മുൻകാത്തുണ്ട്. ഇതിനെങ്ങനെയാണ് ടൗൺ ഹാള് ആരാ പൊളിച്ചത്? NOC അല്ല അത് തെറ്റായിട്ടുള്ള MLA നടന്നത് തെറ്റായ ഒന്നാണ്. 2014-ൽ ഈ ടൗൺ ഹാൾ പൊളിക്കുന്ന സമയത്ത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് പെർമിഷൻ NOC വാങ്ങണം. ആരാ വാങ്ങിയത്? MLA-ക്ക് ഹാൻഡ് ഓവർ ചെയ്ത് MLA-യുടെ ആസ്തി വികസന ഫണ്ടിലായിട്ട് നവീകരിക്കാൻ MLA-ക്ക് കൈമാറിയ ടൗൺ ഹാൾ അതിന്റെ പ്ലാൻ പാസ്സാക്കേണ്ടതിന്റെ അതിന്റെ ആർക്കിയോളജി NOC വാങ്ങിയ ഉത്തരവാദിത്വം MLA-ക്കാണ്. 2018-ൽ ഈ ടൗൺ ഹാളിന്റെ നിർമ്മാണം നടക്കാത്തതിനെ സംബന്ധിച്ച് ഞാൻ സെക്രട്ടറിയേറ്റ് തിരുവനന്തപുരത്ത് പോയി അന്വേഷിക്കുന്ന സമയത്താണ് ഇതിന്റെ പ്ലാൻ പോലും ആവാതെ, ഇതിന്റെ ഫണ്ട് അലോട്ട്മെന്റ് പോലും ആവാതെയാണ് അതിന്റെ ടൗൺ ഹാള് നവീകരണം ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ ആരുടെ ഭാഗത്ത് സംബന്ധിച്ച ഷാഫി പറമ്പിലിന്റെ 4 കോടി രൂപയാണ് ഇതിന് അന്ന് MLA 4 കോടി രൂപയുടെ പദ്ധതി. അന്ന് 2014-ത്തെ നിങ്ങൾ അന്നത്തെ പത്രന്യൂസ് വാർത്തകള് അവിടെ ശിലാസ്ഥാപനം നടത്തിയതിന്റെ കല്ലക്കവടി ഉണ്ട്. അതിൽ പോയി നോക്കണം. 4 കോടി രൂപ. എത്ര കോടി രൂപ ഷാഫി പറമ്പിൽ അതിനു വേണ്ടി ഇതുവരെ ചെലവാക്കിയിട്ടുണ്ട്? നഗരസഭയ്ക്ക് 10 വർഷം കൊണ്ട് MLA ഉണ്ടാക്കിയ നഷ്ടം 4 കോടി രൂപയാണ്. ഒരു വർഷം 25 മുതൽ 30 ലക്ഷം രൂപ വരെ. 10,000 രൂപയായിരുന്നു ടൗൺ ഹാളിന്റെ വാടക. രാജേന്ദ്രൻ അറിയുമല്ലോ അല്ലെ? 10,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ വാടക. ഏറ്റവും ചുരുങ്ങിയ വാടകയുള്ള പാലക്കാട് നഗരത്തിൽ. എന്റെ
പെങ്ങളിലേക്ക് കല്യാണം 89 അവിടെ നടന്നു. 10,000 ഉറുപ്പിക ഉണ്ടായിരുന്നു. ഇത്രയും ചുരുങ്ങിയ വാടകയിൽ സാധാരണക്കാർക്ക് കല്യാണത്തിനും സമ്മേളനങ്ങൾക്കും കിട്ടുന്ന ഒരു ഹാള് പൊളിച്ചിട്ടു. ആ 10,000 രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് പോലും നഗരസഭയ്ക്ക് ഒരു വർഷം 25-30 ലക്ഷം രൂപ വാടക ഇനത്തിൽ ലഭിക്കുന്നത്. 10 കൊല്ലം കൊണ്ട് അത്രയും 3.5-4 കോടി രൂപയാണ് നഗരസഭയ്ക്ക് MLA നഷ്ടം വരുത്തിയത്. അപ്പൊ ഇതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം MLAക്കാണ്. പണ്ട് പല പദ്ധതികൾ അങ്ങനെയാണല്ലോ. KSRTC ബസ് സ്റ്റാൻഡ് ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ ദിവസവും വന്നു പോകുന്ന ആ KSRTC ബസ് സ്റ്റാൻഡിൽ ഇനി ഫയർ റണ്ണേഴ്സ് വാങ്ങിയിട്ടില്ല. അവിടെ ഒരു അത്യാഹിതം ഉണ്ടായ ആരാ ഉത്തരവാദി? കെട്ടിട നമ്പർ ലഭിച്ചിട്ടില്ല. അവിടെ അനധികൃതമായിട്ട് എല്ലാ നിർമ്മാണങ്ങളും നടത്തുന്നു. പാർക്കിംഗ് ഏരിയ മുഴുവൻ കയ്യേറി കടകൾ വയ്ക്കുന്നു. MLAയുടെ പദ്ധതികൾ മുഴുവൻ ഇങ്ങനെ. പോയിന്റ് ഗേൾസ് ഹൈസ്കൂൾ 2014 ഡിജിറ്റലൈസേഷൻ പ്രഖ്യാപിച്ചായിരുന്നു. MLA എന്താ പറഞ്ഞത്? ഒരു കുട്ടി നോട്ട്ബുക്ക് കൊണ്ടുവരണ്ട, ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവരണം, സ്കൂൾ ബാഗ് കൊണ്ടുവരണം. ഞാൻ എല്ലാവർക്കും ടാബ് കൊടുക്കും. സ്കൂൾ ക്ലാസ്സിൽ ബ്ലാക്ക് ബോർഡ് വേണ്ട, എല്ലാം പ്രൊജക്ടർ വെച്ചിട്ടാണ്. ഇന്ന് മോയിൻസ് സ്കൂളിന്റെ സ്ഥിതി എന്താ? നഗരസഭയ്ക്ക് പോലും ഒരു പ്രൊജക്ട് പോലും വെക്കാൻ പറ്റാത്ത ഒരു ഓൺഗോയിങ് പ്രൊജക്റ്റാണ്. സച്ചിൻ ടെണ്ടുൽക്കർ അടക്കം വന്ന് പൈസ എടുത്തിട്ടുണ്ട്. പാലക്കാട് നഗരസഭ 2014 1.25 കോടി രൂപയാണ് മോയിൻസ് സ്കൂളിന്റെ ഡിജിറ്റലൈസേഷന് വേണ്ടിയിട്ട് നഗരസഭ വിഹിതമായി കൊടുത്തു. 1.25 കോടി രൂപ. ഇത്രയേറെ പാലക്കാടിന് നഷ്ടം വരുത്തി വെച്ച ഒരു MLA പാലക്കാടിന്റെ ചരിത്രത്തിലുണ്ടായി. കടലിൽ കായം കലക്കിയ പോലെ സർക്കാർ ഫണ്ടുകളെ ആർക്കും ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ സ്വന്തം പേരിന് വേണ്ടി തട്ടിക്കൂട്ടിയ പ്രൊജക്ടുകൾ ഉണ്ടാക്കി നശിപ്പിച്ച MLA. ഇതിലെ കഴിഞ്ഞ ദിവസം ഈ വികസന അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഷാഫി പറയുന്നുണ്ട് വികസന പ്രവർത്തനത്തിൽ നഗരത്തിലെ റോഡുകൾ സംബന്ധിച്ച് വികസന സമ്പാദത്തിന് വെല്ലുവിളിക്കാൻ ആരെയും വെല്ലുവിളിക്കുന്നു പറയുന്നത് അത് ഏറ്റെടുക്കുന്നു. അങ്ങനെ സമ്പാദനം ഞാൻ അറിയാം. ഷാഫി പറമ്പിലിനോട് നിങ്ങൾ തീയതിയും സമയം നിശ്ചയിച്ചോട് ഞാൻ അറിയാം. നിങ്ങൾ നിശ്ചയിച്ചോ തീയതിയും സമയം. ഷാഫി പറമ്പിൽ മാത്രമല്ല, MP രാജേഷും വരണം. 10 കൊല്ലം പാലക്കാടിന്റെ MP ആയിരുന്നല്ലോ. എന്താ ചെയ്തിട്ടുള്ളത്? അമൃത് പദ്ധതി പാലക്കാട് നഗരത്തിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ജില്ലാ ആസ്ഥാനം ഏറ്റവും മികച്ച പദ്ധതി 221 കോടി രൂപ പാലക്കാട് നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയ MP MLA. ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് അതിൽ പറയുന്നുണ്ട് 10% ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള MP MLA ഷെയർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഷെയർ വേണം. നേരിട്ട് 6 മീറ്റിങ്ങുകളില് നഗരസഭ വിളിച്ചതാണ്. അതിൽ MLA പങ്കെടുത്തിട്ട് MP പങ്കെടുത്തിട്ട് നിരവധി കത്തുകൾ MLAക്ക് MP-ക്ക് കൊടുത്തിട്ടുണ്ട്. 1 രൂപ MP രാജേഷ് 2019 MP, 19 ശേഷം ശ്രീ VK ശ്രീകണ്ഠൻ 1 രൂപ അമൃത് പദ്ധതിയുടെ വിഹിതമായിട്ട് ഈ 2 MP-മാരും ഷാഫി പറമ്പിലും നൽകിയിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ തെരഞ്ഞെടുപ്പിലേക്ക് മാറുന്നില്ല. ഞാൻ വെല്ലുവിളിക്കും. ജില്ലാ ആസ്ഥാനമായിട്ടുള്ള പാലക്കാട് നഗരസഭയിൽ ഇത്രയേറെ വികസനം നടക്കുന്ന സമയത്ത് രാഷ്ട്രീയം, തികഞ്ഞ രാഷ്ട്രീയത്തിന്റെ പേരിൽ 1 രൂപ നഗരസഭയ്ക്ക് സഹായിക്കാത്ത ആളുകളാണ് 3 പേര്. പാലക്കാട് നഗരത്തിലെ ജനങ്ങളോട് എന്തിനാ രാഷ്ട്രീയം കാണിക്കുന്നത്? BJP നഗരസഭ ഭരണമുണ്ട്. പക്ഷെ പാലക്കാട് നഗരത്തിലെ ജനങ്ങളോട് എന്തിനാ ഇത്രയും രാഷ്ട്രീയ വൈരാഗ്യം കാണിക്കുന്നത്? CPM ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ ആരോപണം, അതിന് വന്നിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസും BJP-യും വ്യാപകമായി കള്ളവോട്ട് ചേർക്കുന്നു. 177ാമത്തെ ബൂത്തിൽ 37 വോട്ടർമാർ ഇവിടെ സ്ഥലത്തില്ലാത്തവരാണെന്നാണ് പറയുന്നത്. അതായത് മലമ്പുഴയിലുള്ള ആളുകൾക്ക് പോലും ഇവിടെ വോട്ട് വരുന്നു. അതിനകത്ത് BJP ആണ് എന്നുള്ളതാണ് ആരോപണം. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ പാർട്ടി സംവിധാനം ഇത്രയും മോശം. 177ാം ബൂത്ത് കണ്ണാടി CPM ഭരിക്കുന്ന ഒരു പഞ്ചായത്ത്. ആ കാലാകാലങ്ങളായിട്ട് CPM ഭരിക്കുന്ന കണ്ണാടി CPM-ന്റെ ഒരു ശക്തി കേന്ദ്രത്തിൽ 137 വോട്ട് ഞങ്ങൾ ചേർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടെത്താനുള്ള സംഘടനാശേഷി പോലും ഇല്ലാതെ CPM അത്രയും കണ്ണാടി പഞ്ചായത്തിൽ തകർന്നു പോയോ എന്നാണ് ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാൻ. ഇത് BLO-മാരെ എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാലോ. BLO-മാരിൽ ഭൂരിഭാഗം ഏത് പാർട്ടിയുടെ ആളുകളാണ്? CPM-ന്റെ അനുഭാവികളാണ്. അംഗനവാടി ടീച്ചർമാര്, അധ്യാപകര്. ഞങ്ങളുടെ ഒരാളുണ്ടാവില്ല. 177 BLO ആരോടൊന്നും പരിശോധിക്കുക. ആ BLO കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ വോട്ടർമാരെ ചേർത്ത്. BLO-ന്റെ ഫീൽഡ് റിപ്പോർട്ട് ചെയ്യാതെ ഒരു വോട്ട് ചേർത്താൽ ആ BLO ആരാണെന്ന് അന്വേഷിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ LDA സ്ഥാനാർത്ഥി അദ്ദേഹം ഒരു അപ്പർ ക്ലാസ് സ്ഥാനാർത്ഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ
അപ്പർ ക്ലാസ് വോട്ടർമാർ അദ്ദേഹത്തെ വോട്ട് ചെയ്താണ് ഷാഫി പറമ്പിൽ ചുരുങ്ങിയ ഭൂരിപക്ഷം വിജയിച്ചു. ഇപ്രാവശ്യം 3 സ്ഥാനാർത്ഥികളുണ്ട്. അതിൽ അപ്പർ ക്ലാസ് സ്ഥാനാർത്ഥി ആരാണ്? ഞാൻ ഏറ്റവും താഴെയുള്ള ആളാണ്. ഞാൻ സാധാരണക്കാരനാണ്. അതുകൊണ്ട് സാധാരണക്കാരന്റെ മുഴുവൻ വോട്ട് എനിക്കില്ല. അപ്പർ ക്ലാസ് ആരായിട്ട് കാണുന്നു? അപ്പർ ക്ലാസ് ഞാൻ മറ്റു 2 സ്ഥാനം. ഞാൻ സാധാരണക്കാരനാണ്. ഞാൻ പാലക്കാട്ടെ ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ്. ഇവിടുത്തെ സാധാരണക്കാരോടൊപ്പം ജനിച്ച് വളർന്ന് കളിച്ച് ജീവിച്ച ആളാണ്. അതുകൊണ്ട് അപ്പർ ക്ലാസ് വോട്ട് കിട്ടിയിരുന്നു. അപ്പർ ക്ലാസ്സിൽ അത് മോദിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം ആളുകൾ ആ വോട്ട് ഇത്തവണയും വിജയിക്കും. മുനമ്പം വിഷയത്തിൽ ഇപ്പോ അവിടെ പോയത്. അപ്പൊ ഇവിടെ കൽപ്പാത്തിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇത് എന്ത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ BJP ഇവിടെ പാലക്കാട് ജില്ലയിൽ അല്ലെങ്കിൽ പാലക്കാട് ഇതില് ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനം? കൽപ്പാത്തി മാത്രമല്ല, ഞാൻ നൂറിൽ പോയ സമയത്ത് പല ഭാഗങ്ങളിൽ പോകുന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്നത്. ഇന്നലെ പ്രായരിയിൽ പോയ സമയത്ത് പ്രായരി കണ്ണോട്ടുകാവ് ഭാഗത്ത് ആളുകൾ പറയുന്നത് ഞങ്ങളുടെ പ്രദേശം ഉൾപ്പെട്ടിട്ടുണ്ടോ, അയ്യപ്പൻകാവിന്റെ ഭാഗം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഞാൻ അവരുടെ ആശങ്ക എന്റെ രേഖകളൊന്നുമില്ല. ആളുകളുടെ ആശങ്കയാണ്. അതാരെ പരിഹരിക്കുന്നത്? പ്രചരിപ്പിക്കുന്നത് സർക്കാരിന്റെ രേഖയുണ്ടാവില്ല. സംസ്ഥാന സർക്കാരിന് വഖഫിന്റെ കൈവശമുള്ള ലാൻഡുകളെ കുറിച്ച് പുറത്തുവിട്ടാൽ ഈ പ്രശ്നം കഴിഞ്ഞില്ല. എന്തോ പുറത്തുവിടുന്നില്ല. 48,000-ഓളം സ്ഥലങ്ങൾ ഇത്തരത്തിൽ വഖഫിന്റെ കൈവശമുണ്ട് എന്നുള്ളത് വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പൊ സർക്കാരല്ലേ ഈ കാര്യത്തിൽ ചെയ്യേണ്ടത്? സർക്കാർ എന്താ ചെയ്യേണ്ടത്? 10 സ്ഥലങ്ങളിൽ 10 സ്ഥലങ്ങൾ വഖഫിന്റെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കേണ്ടത്, ഇതിൽ സുതാര്യത വരുത്തേണ്ടത് സർക്കാരാണ്. സർക്കാർ എന്താ ഉണ്ടായിരിക്കുന്നത്? പാലക്കാട് വഖഫിന്റെ കയ്യിലുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ച് ന്യൂനപക്ഷ മന്ത്രി പുറത്തുവിടുന്ന ലിസ്റ്റ് ഇന്നതാണെന്നുള്ളത്. ഇന്നലെ ഒരു പാലക്കാട് സ്ഥലങ്ങളാണ് പറഞ്ഞിട്ട് ലിസ്റ്റ് വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ പ്രചരിക്കുന്നത്. ഞാൻ പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ ഈ ആശങ്ക പരിഹരിക്കേണ്ടത് ആരാണ്? സർക്കാരിലെ. സർക്കാരിന് പറയാലോ, ലിസ്റ്റ് പുറത്തുവിടാലോ. ലിസ്റ്റ് പുറത്തുവിടാലോ. സർക്കാരിന് എന്തിനാ ലിസ്റ്റ് പുറത്തുവിടാൻ? അത് പുറത്തുവിടട്ടെ. നിങ്ങൾ പത്രക്കാരെ പ്രസിദ്ധീകരിക്കുക. വഖഫിന്റെ കയ്യിലുള്ള സ്ഥലങ്ങൾ ഇതൊക്കെയാണ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കുക. അതോടെ ജനങ്ങളുടെ ആശങ്ക മാറുമല്ലോ. ആശങ്ക മാറുമല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ഇങ്ങനെയുള്ള ആശങ്കയുണ്ടെങ്കിൽ അത് ഇന്ന പാലക്കാട് നഗരത്തിൽ ഇന്ന സ്ഥലങ്ങളേ ഉള്ളൂ, പ്രായരി പഞ്ചായത്തിൽ ഇതേ ഉള്ളൂ. അപ്പൊ അത് പുറത്തുവിട്ടാൽ മതിയല്ലോ. ഞങ്ങളുടെ അതിന്റെ ഏതൊക്കെയാ വഖഫ് ലാൻഡ് എന്നുള്ളതിനുള്ള ഞങ്ങളുടെ രേഖകളില്ല. സർക്കാരാണ് പുറത്തുവിടുന്നത്. ജനങ്ങള് ഓരോ പ്രദേശത്തും വലിയ ആശങ്കയാണ്. ഈ മുനമ്പം വിഷയം വന്ന ശേഷം ഇതിൽ വലിയ ആശങ്ക. ഞാൻ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാം. 2 മുന്നണി, ഞാൻ മുനമ്പത്ത് പോയി. ഞാൻ ഭൂമി നഷ്ടപ്പെടുന്ന, കിടപ്പാട് നഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെയാണ്. അത് ജാതിയില്ല, മതവുമില്ല, രാഷ്ട്രീയമില്ല. അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ കിടപ്പാട് നഷ്ടപ്പെടുകയാണെങ്കിലും അവരുടെ കൂടെയാണ് ഞാനും BJP. 2 മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ വലിയ മതേതരത്വം പറയുന്ന ആളുകളാണല്ലോ. മുനമ്പം വിഷയത്തിൽ നിങ്ങൾ അവരോട് ചോദിക്കണം, എന്താ നിലപാട് എന്നുള്ളത് പറയട്ടെ. അവർ കിടപ്പാട് നഷ്ടപ്പെടുന്ന ആളുകളോടെയാണോ, അതോ അവരെ കിടപ്പാട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരുടെ കൂടെയാണോ എന്നുള്ളത് 2 മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ പാലക്കാട്ടത്തെ വോട്ടർമാരോട് വ്യക്തമാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞേക്കണം. മുന്നണി സ്ഥാനാർത്ഥികൾ സ്വാഭാവികമായിട്ട് എന്നോട് ചോദിച്ചുവല്ലോ. സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതിന് ശേഷം എന്നോട് ചോദിച്ചുവല്ലോ. ഇതേ ചോദ്യം നിങ്ങൾ മുന്നണി സ്ഥാനാർത്ഥികളോട് ചോദിക്കും. എന്താ ചോദിക്കാത്തത്? രാഹുൽ വരുന്ന സമയത്തും സെറിൻ വരുന്ന സമയത്തും അവർ പറയട്ടെ അവരുടെ നിലപാട് എന്താണെന്നുള്ളത്. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലോ, പാലക്കാട്ടുകാർക്ക് ആഗ്രഹമുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞോട്ടെ. പ്രതിപക്ഷ നേതാവ് പറയുന്നതും അതേ നിലപാട് തന്നെയാണോ 2 സ്ഥാനാർത്ഥികൾക്ക് എന്നുള്ളത് അവർ വ്യക്തമാക്കട്ടെ. പാലക്കാട്ടില് ആശങ്കയുണ്ടല്ലോ. ഇത്തരം വഖഫ് ലാൻഡിനെ സംബന്ധിച്ച് എല്ലാ പ്രദേശത്തെ ആളുകൾ ആശങ്ക പറയുന്നുണ്ട്. അപ്പൊ അവര് പറയട്ടെ, നാളെ പാലക്കാടത്തെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ആളുകളുടെ കിടപ്പാടം നഷ്ടപ്പെടുകയാണെങ്കിൽ ആ വിഷയത്തിൽ അവരെന്ത് നിലപാടെടുക്കുന്നുള്ളത് പാലക്കാട് വോട്ടർമാർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. നാളെ തെരഞ്ഞെടുപ്പ് വരികയല്ലേ, ഒരു സുപ്രധാന വിഷയമല്ലേ, ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ. ഈ SDPI ഒക്കെ
ഇപ്പൊ ഇത്തവണ വ്യക്തമായിട്ട് ഇവിടെ പാലക്കാട് മണ്ഡലത്തിൽ ഒരു പിന്തുണ അവർ പ്രഖ്യാപിച്ച് അങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടില്ല. പക്ഷെ നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഞാൻ അതാ പറയുന്നു, രണ്ടുപേരും പാലക്കാടത്തെ രണ്ട് സ്ഥാനാർത്ഥികൾ PDP LDFിന് പിന്തുണ പ്രഖ്യാപിച്ചു. PDPയുടെ പിന്തുണ വേണ്ടെന്ന് പറയാൻ കരീം തയ്യാറാണ്. മതേതരത്വം പറയുന്ന ആളുകളാണല്ലോ. PDP മതേതര പാർട്ടിയൊന്നുമല്ലല്ലോ. SDPI പാലക്കാടത്തെ കൊലപാതകത്തിന്, ശ്രീനിവാസന്റെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത PFIയുടെ രാഷ്ട്രീയ വിഭാഗമാണ് SDPI. ആ SDPIയുടെ പിന്തുണ വേണ്ടെന്ന് പറയാൻ ഉള്ള ആർജവം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. രണ്ട് സ്ഥാനാർത്ഥികൾ വരുന്ന സമയത്ത് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് പാലക്കാട്ടെ വോട്ടർമാര് ഉത്തരം ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് മടിയില്ല. ഞാൻ RSSന്റെ ശാഖയിലൂടെ 84 RSSന്റെ ശാഖയിലൂടെ വന്ന ആളാണ്. ഞാൻ കുറിതൊട്ടിട്ടാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അടുത്ത് പോകുന്നത്. മേപ്പറമ്പിൽ പോകുമ്പോൾ കുറി വായിക്കുന്നില്ല, ഞാൻ പുതുപ്പള്ളി തെരുവിൽ പോകുമ്പോൾ ഞാൻ കുറി വായിക്കുന്നില്ല. കൽപ്പാത്തിയിൽ കുറി തൊടുക, വടക്കന്തറയിൽ കുറി തൊടുക, മേപ്പറമ്പിൽ പുതുപ്പള്ളി തെരുവിലും പോകുമ്പോൾ കുറി വായിക്കുന്ന പരിപാടി മറ്റ് സ്ഥാനാർത്ഥികളെ പോലെ ഇല്ല. കൃഷ്ണകുമാർ നിങ്ങൾ എന്റെ പിള്ളേരാണ്. ഞാൻ 8ാം ക്ലാസ് തൊട്ട് ഈ കുറിതൊട്ട് നടക്കുന്ന ആളാണ്. ഈ കുറിതൊട്ടിൽ തന്നെയാണ് ഞാൻ 65% ന്യൂനപക്ഷ വോട്ടുള്ള വാർഡുകളിൽ ജയിച്ചിട്ടുള്ളത്. എന്റെ ആശയവും എന്റെ വിശ്വാസവും മറന്നിട്ട് തന്നെയാണ് പാലക്കാട്ടുകാർ എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, കപട മതേതരത്വം പാലക്കാട് ചെലവാവില്ല. കപട മതേതരത്വം ചെലവാവില്ല. രണ്ടാളുടെയും രാവിലെ ഷോൾ ഇട്ടിട്ട് അമ്പലത്തിൽ പോകും. കൽപ്പാത്തി കൊടിയേറ്റ സമയത്ത് ഷോൾ ഇട്ട് വന്നു നിന്നിട്ട് കൈകൂപ്പി നിന്നുകൊണ്ടൊന്നും പാലക്കാട്ടുകാരെ കയ്യിലെടുക്കാന്ന് വിചാരിക്കണ്ട. പാലക്കാട്ടുകാർക്ക് ഇവരുടെയൊക്കെ യഥാർത്ഥ മുമ്പ് അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്. രണ്ട് കാര്യത്തിലും നിലപാട് വ്യക്തമാക്കാൻ, മുനമ്പം വിഷയത്തിലും അതുപോലെ തന്നെ SDPIയുടെയും PDPയുടെയും പിന്തുണയും രണ്ട് സ്ഥാനാർത്ഥികൾ നിലപാട് വ്യക്തമായിട്ട് ഞാൻ പറയുന്നു, എനിക്ക് SDPIയുടെയും PDPയുടെയും വോട്ട് വേണ്ട. രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന രണ്ട് സംഘടനയുടെയും വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവനിക്കുന്നു. അവർക്കത് പറയാനുള്ള PFIയുടെ രാഷ്ട്രീയ വിഭാഗം SDPI അതാണെന്ന് നിഷേധിക്കാൻ പറ്റുമോ? PFIയുടെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയ നിരോധിക്കപ്പെട്ട സംഘടനയാണ് PFI. ആ PFIയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള രാഷ്ട്രീയ വിഭാഗത്തിന്റെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കണ്ടേ? അതോ SDPI രാജ്യസ്നേഹികളുടെ സംഘടനയാണ്, അവര് യഥാർത്ഥ മതേതര പാർട്ടിയാണെന്നാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്? ഈ സരിനും രാഹുലൊക്കെ ഒരു മാച്ചാണ് മറ്റു സ്ഥലങ്ങളിൽ പോകുന്ന ആരോപണമുണ്ടോ? കുറി മാച്ചാണ് മറ്റു സ്ഥലങ്ങളിൽ പോകുന്ന ആരോപണമുണ്ടോ? നിങ്ങൾ വീഡിയോ ഞങ്ങളെ വീഡിയോ കണ്ടില്ലേ? കുറി തൊട്ടത് കണ്ടിട്ടില്ല? കുറി തൊട്ടത് കണ്ടിട്ടില്ല. എല്ലായിടത്തും വായിക്കുന്നത് കണ്ടിട്ടില്ല. നിങ്ങൾ എല്ലാ ആ ദിവസത്തെ ഗുണം വീഡിയോ ഒന്നും പരിശോധിച്ചു? ഈ വഖഫ് ഭേദഗതി ബില്ല് ഇപ്പോൾ മുസ്ലിങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ഒരു ആയുധമാക്കുന്നു എന്നൊരു ആശങ്ക മുസ്ലിം വോട്ടർമാർക്കിടയിൽ ഉണ്ട്. ഇവിടെ കുറച്ചു മുമ്പ് നടന്ന പത്രസമ്മേളനത്തിൽ വരെ പറഞ്ഞായിരുന്നു. ഈ പാലക്കാട് മുസ്ലിം വോട്ടർമാരും മെജോറിറ്റി വോട്ടർമാരാണല്ലോ. അപ്പോൾ അതിൽ താങ്കളുടെ അഭിപ്രായം? ഇല്ല, വഖഫ് സംബന്ധിച്ച് BJPക്ക് വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട്. വഖഫ് അതിനാണല്ലോ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. വഖഫ് സംബന്ധിച്ച് വഖഫിന്റെ ട്രൈബ്യൂണലിൽ മാത്രമേ ചോദ്യം ചെയ്യാൻ അവകാശമുള്ളൂ. അത് സംബന്ധിച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. 95 അന്നത്തെ സർക്കാർ കൊണ്ടുവന്നതാണല്ലോ വോട്ട് ലഭിക്കാനായിട്ട്. അത് സംബന്ധിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിനടക്കം വലിയ ആശങ്കയും. ഇപ്പൊ തന്നെ മുനമ്പം കേസ് നിൽക്കുന്ന ഹൈക്കോടതിയിലല്ലേ? അപ്പോൾ വഖഫ് ട്രൈബ്യൂണൽ മാത്രമേ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞ ആർക്കും ശരിയല്ല. അല്ലല്ലോ, വഖഫ് സംബന്ധിച്ചിട്ടുള്ളത് ചോദ്യം ചെയ്യാനുള്ള അധികാരം ആദ്യം എവിടെ ചോദ്യം അല്ല, ഹൈക്കോടതിയിൽ പോയാൽ പോലും അത് സംബന്ധിച്ചിട്ടുള്ള വഖഫിന്റെ ക്ലെയിം അല്ലേ വരുന്നത്. ഈ അല്ല, എന്റെ സ്ഥലമല്ലാന്ന് തെളിയിക്കാനുള്ള, എന്റെ സ്ഥലമാണെന്ന് തെളിയിക്കേണ്ടതാണ്. വഖഫിന്റെ ഒരു ലാൻഡ് വഖഫാണെന്നുള്ളത് വാക്കാൽ ഒരാൾ പറഞ്ഞാൽ അത് വഖഫ് ലാൻഡ് ആവുകയാണ്. അതിന് രജിസ്ട്രേഷൻ ഇല്ല. എന്റെ വീട് വഖഫ് ലാൻഡാണോ അല്ലേ എന്നുള്ളത് എനിക്ക് പോലും അറിയില്ല. കാരണം നാളെ ഞാൻ എന്തെങ്കിലും അത് വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഞാൻ പോലും അറിയുന്നത്. അതിനല്ല വ്യത്യാസം.
ഇതിന്റെ ഒരാള് രജിസ്റ്റർ ചെയ്യണം. വക്കഫാണെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യണം. അത് എവിടെ കാണും? എവിടെ അറിയും? രജിസ്റ്റർ ഓഫീസിൽ ഉണ്ടാവും. ഇല്ല. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം മുനമ്പത്തത് എന്തുകൊണ്ടാണ്? അല്ലെന്നാണ് പറയുന്നത്. അല്ല, ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഫറൂഖ് കോളേജ് പറയുന്നത് ഞങ്ങൾ ഗിഫ്റ്റാണ്. അല്ല, മുനമ്പത്തെ വഖഫ് ലാൻഡ് അല്ലാന്ന് ആര് പറഞ്ഞു? ഫറൂഖ് കോളേജ് പറയുന്നത് അവരാണ് അവിടെ അവസ്ഥ. അവർ പറയുന്നത് വഖഫ് ലാൻഡ് അല്ല, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് എന്ന് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അവിടുത്തെ ആളുകൾ ഒരു മാസമായിട്ട് സമരം ചെയ്യുന്നത്? എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ഇറക്കിക്കൂടാ? അങ്ങനെ ഒരു ഇതില്ലെങ്കിൽ വിദേശ രേഖകളിലോ അത് അങ്ങനെ ഒന്നുമില്ല, ഇത് വഖഫ് ലാൻഡ് അല്ലാന്ന് സംസ്ഥാന സർക്കാർ അടിച്ചു പറയാനോ പറയുന്നില്ലല്ലോ. എന്തുകൊണ്ട് പറയുന്നില്ല? അതാണ് പറയുന്നത്. ഇതിന് സുതാര്യത വരണം. ഇതിന് സുതാര്യത വരണം. ഇവിടെ റോളി ആരോപണവും കാര്യങ്ങളൊക്കെ വന്നു. ഇന്നിപ്പോ ചേലക്കരയിൽ നിന്നുകൂടി പണം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. റോളി ആരോപണവും കാര്യങ്ങളും പാലക്കാട് വന്നു. ഇന്നിപ്പോ ചേലക്കരയുടെ അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് 25 ലക്ഷം രൂപ സാഹചര്യം ഉണ്ടായി. അല്ല, പാലക്കാടത്തെ ട്രോളിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് അന്വേഷണം വന്നാൽ നടന്നിരുന്നുവെങ്കിൽ ആ ട്രോളിയിലും ഇതുപോലെയുള്ള ലക്ഷങ്ങൾ ഉണ്ടാവുകയായിരുന്നു. ട്രോളി ബാഗിനെ സംബന്ധിച്ച്, ട്രോളി ബാഗ് വന്ന വണ്ടിയെ സംബന്ധിച്ച് ഇതുവരെ പുറത്തു വന്നു. ഞങ്ങൾ പറഞ്ഞല്ലോ, ട്രോളി ബാഗ് വന്ന കാറിനെ സംബന്ധിച്ച് പറഞ്ഞു. എന്തുകൊണ്ട് KPM ഹോട്ടലിനെ പോർട്ടിക്കോയിലുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറാവില്ല, അല്ലെങ്കിൽ അത് പരിശോധിച്ച് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പറഞ്ഞ കാറിൽ തന്നെയാണ്, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ തമിഴ്നാട് രജിസ്ട്രേഷൻ കാറിൽ തന്നെയാണ് ട്രോളി ബാഗ് വന്നത്. ആ ട്രോളി ബാഗ് മാറ്റാനും എല്ലാം 3/4 മണിക്കൂർ ധാരാളമുള്ളൂ. ഒരു ബാഗ് മാറ്റാൻ എത്ര നേരമാണ്? 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടില്ല കേരള പോലീസ് വരുന്നത്. സൗത്ത് പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്ക് അറിയാലോ, 300 മീറ്റർ അപ്പുറത്തുള്ള സൗത്ത് പോലീസ് സ്റ്റേഷനിൽ രാത്രി ട്രാഫിക് ഒന്നും ഇല്ലാത്ത സമയത്ത് പോലീസ് വരാൻ 3/4 മണിക്കൂർ, വനിതാ ASP വരാൻ 2 മണിക്കൂർ. അല്ല, CPM-ന്റെ സംസ്ഥാന നേതൃത്വവും കോൺഗ്രസും തമ്മിൽ നല്ല ധാരണയില്ല. കാരണം ഇത് ട്രോളി ബാഗിന്റെ സത്യാവസ്ഥ പുറത്തു വന്ന ആർക്കാ ഗുണം? പാലക്കാട് രാഷ്ട്രീയമായിട്ട് അത് ഗുണം ചെയ്യുക NDA വിജയം ഉറപ്പിച്ചിരിക്കുന്ന പാലക്കാട് NDAയുടെ വിജയം ഒന്നും കൂടി ഉറപ്പാക്കാൻ അതിന്റെ സത്യാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉപകരിക്കുന്നത് രണ്ടാൾക്കും അറിയാം. പക്ഷെ വി മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ട്രോളി ഞങ്ങൾ ചുമക്കുന്നില്ല എന്നാണ്. കേരള പോലീസിന്റെ അന്വേഷണം കൊണ്ട് ഞങ്ങൾ അതിന്റെ പിന്നാലെ പോയി നടന്നിട്ട് വല്ല കാര്യമുള്ളൂ? ഒന്നും പുറത്തുമില്ല. CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഒരു പരാതി കൊടുത്തിട്ട് അതിന് കടലാസിന്റെ വില വേണ്ടത്. ഒരു ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കൊടുത്ത പരാതിക്ക് 48 മണിക്കൂർ ഒരു വിലയില്ലാതെ അവിടെ മുക്കിലിട്ടിരിക്കുകയായിരുന്നു. മാധ്യമങ്ങളെ വാർത്തയാക്കിയപ്പോഴല്ലേ പിന്നീട് പേരിനൊരു അന്വേഷണം. അപ്പോ ഞങ്ങൾ അതിന്റെ പിന്നാലെ പോയിട്ട് ഞങ്ങൾ അതാണ് പറഞ്ഞത്. തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നുണ്ടല്ലോ, 2 മുന്നണികളും വിവാദങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഞങ്ങളിവിടെ പാലക്കാടിന്റെ വികസനം, പാലക്കാടിന് എന്നാ വികസനം ഉണ്ടായിട്ടുള്ളത് സംബന്ധിച്ച് തുറന്ന സംവാദത്തിന് ഷാഫി പറമ്പിൽ പറഞ്ഞല്ലോ, അദ്ദേഹത്തോട് പറഞ്ഞോളൂ, നിങ്ങൾ തീയതി സമയം കുറിച്ചോളൂ, ഞാൻ റെഡി. ആരാണ് ഇവിടെ മുഖ്യമന്ത്രി? ഇന്ത്യ സെക്രട്ടറി സ്പിരിറ്റിലൊന്നാണ്. ചുറ്റൂരിൽ നിന്ന് സ്പിരിറ്റ് പിടിച്ചു. സ്പിരിറ്റ് കടത്തിയത് കോൺഗ്രസ്സുകാരൻ, ഉടമസ്ഥൻ CPM-കാരൻ. ട്രോളി ബാഗ് വന്നു, രണ്ടാളും ഒന്നായി. ഓരോ കാര്യങ്ങളും പരിശോധിച്ചു. അത് ഇരുമയ്യാണെങ്കിലും ഒരു മനസ്സാണ്. ഈ ഷാഫി പറമ്പിലിന് 3 കോടി കൊടുത്തിട്ടുണ്ട് എന്ന് ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട്. ഷാഫി പറമ്പിൽ മറുപടി പറഞ്ഞില്ല. ഷാഫി പറമ്പിൽ മറുപടി പറയണ്ടേ? തെറ്റാണെങ്കിൽ ഷാഫി പറമ്പിൽ തെറ്റാണെന്ന് പറയാം. കൊടുത്തിട്ടുണ്ട്. പറഞ്ഞല്ലോ ഷാഫി പറമ്പിൽ 4 കോടി കൊടുത്തതിനെ സംബന്ധിച്ച് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. ശരിയല്ലെങ്കിൽ അത് ഷാഫി പറമ്പിൽ പറയണ്ടേ? അല്ലെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കട്ടെ. ഞങ്ങളല്ല, ഷാഫി പറമ്പില് ഇവര് ആരോപിക്കുന്ന ആൾ കൊണ്ടുകൊടുത്തു എന്നാണല്ലോ പ്രസിഡന്റ് പറഞ്ഞത്. ഞങ്ങൾ കൊടുത്തതല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇവര് സ്ഥിരമായിട്ട് കൊടകര വിളിക്കുന്നു. അതിൽ ഉൾപ്പെട്ട ഒരാൾ കൊണ്ടുകൊടുത്തു എന്നാണല്ലോ പറഞ്ഞത്. എന്താ ഷാഫി പറമ്പിൽ നിഷേധിച്ചില്ല? നിഷേധിക്കട്ടെ, ഞങ്ങൾ അടുത്ത പടി ഞങ്ങൾ കൊടുക്കാം. നിഷേധിക്കട്ടെ. നിഷേധിച്ചാൽ ഞങ്ങൾ കൂടുതൽ കഴിവുകളായിട്ട് ഞങ്ങൾ വരും. ഞങ്ങൾക്ക് ആത്മവിശ്വാസം.
സാധാരണ ചില കേസുകളിൽ ED വരണം, CBI വരണം എന്നൊക്കെ BJP ആണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇതിന് മാത്രം സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു സംസ്ഥാന പോലീസിന്റെ നിലയിൽ ഇരുന്നിരുന്നത്. ഇതിന് അങ്ങനെ ആവശ്യം വരുന്നില്ല. ആദ്യം ആദ്യം കേന്ദ്ര ഏജൻസി വരണം. ഈ സമയമുണ്ടല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഇതുമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങളിപ്പോ തെരഞ്ഞെടുപ്പിൽ ഈ 10 ദിവസത്തില് ഇത് മുഴുവൻ അന്വേഷിച്ച് പുറത്തു വരാൻ കഴിയില്ല. ഞങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കണ്ട. ഞങ്ങൾ ജയിക്കേണ്ട മണ്ഡലമാണ്. ഞങ്ങൾ ഇവിടെ ജയിച്ചു. അപ്പോ രണ്ട് മുന്നണികൾക്ക് ഇത്തരം വിവാദങ്ങളുടെ പിന്നാലെ പോയി ശ്രദ്ധ ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഞങ്ങൾ ഇവിടെ വികസനത്തോട് ചർച്ച ചെയ്യുന്നു. ഞങ്ങൾ കർഷകരുടെ വിഷയം സംബന്ധിച്ച് ട്രാക്ടർമാർക്ക് നിശ്ചയിച്ച് ഒരാഴ്ച മുമ്പ് നിശ്ചയിച്ചതാണ്. കോൺഗ്രസ്സുകാർക്ക് പെട്ടെന്ന് കർഷകരോട് ഏറ്റവും വലിയ കർഷക റാലി നടത്തുന്നത് ഡൽഹിയിലാണ്. എവിടെ? കേന്ദ്ര സർക്കാരിനെതിരെയാണ്. ഞാൻ ഡൽഹിയിൽ പോയിട്ട് കർഷക മാർച്ച് നടത്തിയ ആളുകളുണ്ടല്ലോ. CPM-ന്റെ കൃഷ്ണപ്രസാദ് അടക്കമുള്ള ആളുകൾ. ഇവിടുത്തെ കർഷകർ ആത്മഹത്യ ചെയ്യുക. നെല്ല് സംഭരിക്കുന്നില്ല. നെല്ലിന്റെ സംഭാവന വില എന്റെ ഇവിടെ സമരം ചെയ്യാതെ പിണറായി ക്ലിക്ക് ഹൗസിലേക്ക് മാർച്ച് വെക്കാമല്ലോ. ശരിക്കും നെല്ലിന്റെ വില കൊടുക്കേണ്ടതാ. ശരിക്കും നെല്ലിന്റെ വില കൊടുക്കേണ്ടതാ. നെല്ലിന്റെ വില കൊടുക്കേണ്ടതാ. ഡിസെൻട്രലൈസ്ഡ് പ്രൊക്യൂർമെന്റ് സിസ്റ്റം 2003 ഒപ്പിട്ട് കേരള സർക്കാർ. അതില് എന്താ ക്ലോസ്? നെല്ല് സംഭരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം. സംഭരിച്ച് അത് അരിയാക്കി റേഷൻ സിസ്റ്റം വഴിക്ക് അത് എത്ര ചെലവഴിച്ചോ അതിന്റെ ക്ലെയിം എല്ലാ മാസവും 15 തീയതി ശേഷം കൊടുത്താൽ 15 ദിവസത്തിനകം അതിന്റെ തുക സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ കൈമാറും. അതാണല്ലോ ഡിസെൻട്രലൈസ്ഡ് പ്രൊക്യൂർമെന്റ് സിസ്റ്റം. 2003 സംസ്ഥാന സർക്കാർ സൈൻ ചെയ്തതാണ്. അത് പ്രകാരമാണല്ലോ കേരളത്തിൽ ലഭിക്കുന്നത്. കേരളം സംഭരിക്കുന്ന നെല്ല് റേഷൻ വിഹിതമായിട്ട് ഉപയോഗിക്കുന്നു. അത് അതിന്റെ എത്രയാണോ ചെലവഴിച്ചത് അത് ക്ലെയിം ചെയ്യുന്നു. ആ തുക കേന്ദ്ര ഗവൺമെന്റ് നൽകും. 2017-18 മുതൽ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ലല്ലോ. ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ലല്ലോ. പത്രത്തിലൊക്കെ വന്നാലും സപ്ലൈക്കോ അർജന്റായിട്ട് 17-18 ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണല്ലോ. നടന്നില്ലല്ലോ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതായത് 7 കൊല്ലത്തെ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നില്ല. ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്താൽ പല പ്രശ്നങ്ങളുണ്ട്. ഞാൻ നേരത്തെ ഒരു പത്രസമ്മേളനത്തിൽ ആലോചിച്ചാണ്. കാരണം കൃഷി ചെയ്യാത്ത കർഷകരുടെ പേരിൽ പോലും നെല്ല് സംഭരിക്കുന്നുണ്ട്. 400 കോടി രൂപയുടെ അഴിമതിയാണ് നെല്ല് സംഭരണത്തിൽ എല്ലാ വർഷവും കേരളത്തിൽ നടക്കുന്നത്. 400 കോടി രൂപയുടെ അഴിമതി. നെൽകർഷക കൃഷിന്ന് വില്ലേജ് റെക്കോർഡുള്ള അത് മുഴുവൻ കൃഷിയിടമായിട്ട് രേഖപ്പെടുത്തി അതിന്റെ പേരില് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നെല്ല് കൊണ്ടുവന്ന് 28 രൂപയ്ക്ക് ഇവിടെ കൊടുക്കുക. അവിടെ 16 രൂപയ്ക്ക് നെല്ല് കിട്ടും. 1 കിലോ നെല്ല് കിട്ടും. അത് ഇവിടെ കൊണ്ടുവന്ന ഏജന്റുമാർ മുഖേന വലിയ അന്വേഷണം നടക്കേണ്ടതാണല്ലോ. വിജിലൻസ് റിപ്പോർട്ട് ഉണ്ട് അതിനെ സംബന്ധിച്ച്, ഇത്തരം ലോബിയെ സംബന്ധിച്ച്. 400 കോടി രൂപയുടെ അഴിമതി. ഞാൻ വേണമെങ്കിൽ പേപ്പർ തരാം. വിജിലൻസ് റിപ്പോർട്ടിന്റെ കോപ്പി. നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത വളരെ തിരക്കുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ രാത്രി